وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 142 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് 143 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നാം പഠിച്ചു വരുന്ന ഭാഗത്ത് മൂസ അലൈഹിസ്ലാമിന്റെ ചരിത്രങ്ങളാണ് അല്ലാഹു തആല ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കടൽ കടന്ന് മറുകര എത്തിയ മൂസ അലൈഹിസ്ലാമും ഇസ്രായേൽ സമൂഹവും അവര് പിന്നെയും ചില അതിക്രമങ്ങളൊക്കെ ചെയ്തു. എന്താ ചെയ്തത്? അവര് നടന്നു പോകുമ്പോ വഴിയോരത്ത് ചിലര് വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്നത് കണ്ടപ്പോ മൂസ ഇതുപോലെയുള്ള ഒരു ദൈവത്തെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച സന്ദർഭം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വല്ലാത്ത അവിവേകികളായ സമൂഹമാണല്ലോ എന്നാണ് മൂസ അലൈഹിസ്സലാം അവരുടെ ആ നിലപാടിനോട് പ്രതികരിച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അല്ലെ. 141 അൻജൈനാകും മിൻ ആലി ഫിർഔൻ യസൂമൂനകും സൂഅൽ അസാബ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? ഫിർഔനിന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച്. വളരെ ക്രൂരമായിട്ട് അവർ നിങ്ങളെ പീഡിപ്പിച്ചില്ലേ? നിങ്ങളിലെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും അതേപോലെ പെൺമക്കളെ ദുരുപയോഗിക്കാനായിട്ട് വെറുതെ വിടുകയും ചെയ്തില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്ന് അല്ലാഹു തആല ഉണർത്തി. അതിനുശേഷം 142 എന്തായിരുന്നു വിഷയം? അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനെ ഒരു പ്രത്യേക മീഖാത്തിലേക്ക്, നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ സംഭവമാണ്. എത്ര നാള്? 40 നാളത്തേക്കാണ് കൊണ്ടുപോയത്. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരനും പ്രവാചകനുമായ ഹാറൂൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉഖ്ലുഫ്നി ഫി ഖൗമി, എൻ്റെ ജനതയിൽ എൻ്റെ പ്രതിനിധിയായിട്ട് നീ ഉണ്ടാവണം. വഅസ്ലിഹ്, നീ നന്മയിൽ വർത്തിക്കണം. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ വഴി നീ സ്വീകരിക്കരുത്. ഇങ്ങനെ 3 നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിന് മൂസ അലൈഹിസ്സലാം
ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ സമൂഹത്തിന്റെ സംസ്കരണവും നേതൃത്വവും ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് അഥവാ ആ മീഖാത്തിലേക്ക് ചെന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? അതാണ് 143-ാമത്തെ ആയത്ത്. വലമ്മ ജാഅ മൂസ ലിമീഖാത്തിന, വലമ്മ അപ്പോൾ, ജാഅ വന്നപ്പോൾ, മൂസ അലൈഹിസ്സലാം ലിമീഖാത്തിന നമ്മുടെ നിശ്ചിത സമയത്ത്, നാം നിശ്ചയിച്ച നിർണിത സമയത്ത് വന്നപ്പോൾ, വകല്ലമഹു റബ്ബുഹു, ആ സമയത്ത് വകല്ലമ സംസാരിച്ചു, ഹു അദ്ദേഹത്തോട്, റബ്ബുഹു മൂസ അലൈഹിസ്ലാമിന്റെ റബ്ബ് മൂസ അലൈഹിസ്ലാമിനോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ മൂസ അലൈഹിസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചപ്പോ മൂസ അലൈഹിസ്ലാമിന്റെ മനസ്സിലൊരാഗ്രഹം. എന്താണ്? ഖാല, മൂസ അലൈഹിസ്ലാം പറഞ്ഞു, അപേക്ഷിച്ചു, റബ്ബി എന്റെ റബ്ബേ, അരി നീ കാണിച്ചു തന്നാലും, നീ എനിക്ക്, അന്ദുർ ഇലൈക്കും, ഉന്ദുർ ഇലൈക്ക്, ഞാൻ നിന്നെ കണ്ടുകൊള്ളട്ടെ. റബ്ബി അരിനി അന്ദുർ ഇലൈക്ക്, നീ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു താ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ എന്നാണ് പറഞ്ഞത്. റഅ കണ്ടു എന്നാണ്. അറ എന്ന് പറഞ്ഞാൽ കാണിച്ചു എന്നാണ്. അറ എന്ന വാക്കിന്റെ കൽപ്പനക്രിയാണ് അരി. അരി എന്നേ ഉള്ളൂ, യാ ഇല്ല. നീ കാണിച്ചു തരൂ, നീ എനിക്ക് നീ കാട്ടിത്തരൂ എന്ന് പറഞ്ഞാൽ നിന്നെ എന്റെ മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കും. എന്തിനാണ്? അന്നുർ, എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇലൈക്ക, നിന്നിലേക്ക് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ, അതിനായിട്ട് നീ എനിക്ക് ഒരു ദർശനം നൽകിയാലും എന്നാണ് പറഞ്ഞത്. ഖാല, ആ സമയത്ത് അള്ളാഹു എന്ത് പറഞ്ഞു? ലൻ തറനി, ലൻ ഒരിക്കലുമില്ല എന്നാണ് അർത്ഥം. ഒരിക്കലും സംഭവിക്കില്ല. തറ നീ കാണും, നീ എന്നെ. ലൻ തറാനി, നീ എന്നെ ഒരിക്കലും കാണില്ല, നിനക്കെന്നെ കാണാൻ കഴിയില്ല മൂസ എന്ന് അല്ലാഹു തആല മറുപടി നൽകി. വലാകിൻ, ഇനി നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു സൈൻ, ഒരു സിഗ്നൽ തരാം. അതിന്റെ അടിസ്ഥാനത്തിൽ നീ തീരുമാനിച്ചോളൂ. എന്താണ്? ഒന്നുർ, നീ നോക്കുക, ഇലൽ ജബൽ, ഒരു പ്രത്യേക മലയിലേക്ക് നോക്കുക. ഫഇൻ ഇസ്തഖറ, അങ്ങനെ നീ നോക്കി നിൽക്കുമ്പോൾ, ഇസ്തഖറ അത് നിലകൊള്ളുന്നു, ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, മക്കാനഹു അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ഫ സൗഫ അപ്പൊ നിനക്ക്, തറ കാണാം, നീ എന്നെ കാണാൻ പറ്റും. ഫ സൗഫ അപ്പോൾ, തറാനി നിനക്ക് എന്നെ കാണാം. ഇങ്ങനെയാണ് അല്ലാഹു തആല അതിൽ മറുപടി പറഞ്ഞത്. ഫലമ്മ തജല്ല, പിന്നെ എന്തായി? ഫലമ്മ അപ്പോൾ, തജല്ല ഒരു ഒളി പ്രത്യക്ഷമായപ്പോ, ഒരു പ്രഭ പ്രത്യക്ഷമായപ്പോ, റബ്ബുഹു തൻ്റെ നാഥൻ, അഥവാ തജല്ല റബ്ബുഹു എന്ന് പറഞ്ഞാൽ തൻ്റെ നാഥൻ ഉജ്ജ്വലമായ അവസ്ഥയിൽ ഒരു ചിഹ്നം അല്ലെങ്കിൽ ഒരു സിഗ്നൽ നൽകി. അപ്പോഴോ ലിൽ ജബൽ, ആ പർവ്വതത്തിലാണ് നൽകിയത്. ആ മലയിൽ ഒരു പ്രത്യേകമായ പ്രകാശം പരന്നു. എന്നിട്ട് ജഅലഹു ദഖൻ, ജഅല അവൻ അതിനെ ആക്കി, ദഖൻ ഉടഞ്ഞു പൊടിഞ്ഞു പോയതായിട്ട്, ഛിന്ന ഭിന്നമാക്കിയിട്ട് മാറ്റി ആ പർവ്വതത്തെ. വഖറ, അപ്പൊ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഖറ വീണുപോയി മൂസ അലൈഹിസ്സലാം, സയഖൻ ബോധം കെട്ടവനായിട്ട് പെട്ടെന്ന് മൂസ അലൈഹിസ്സലാം മറിഞ്ഞു വീണു. ഫലമ്മ അഫാഖ, അഫാഖ ബോധം തെളിഞ്ഞു. ഫലമ്മ അഫാഖ ബോധം തെളിഞ്ഞപ്പോ, മൂസ അലൈഹിസ്സലാമിന് ബോധം തെളിഞ്ഞപ്പോ, ഖാല അവിടുന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധൻ, തുബ്തു
ഞാൻ മടങ്ങുന്നു, ഇലൈക്ക നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു. അന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ നിന്റെ വിശ്വാസികളിൽ ഒന്നാമൻ തന്നെയാണ് എന്ന് മൂസ അലൈഹിസ്സലാം ആ സമയത്ത് പ്രഖ്യാപിക്കാൻ. ഇതാണ് സംഭവിച്ചത്. നമുക്കൊന്നുകൂടി ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വലമ്മ ജാഅ മൂസ ലിമീഖാത്തിന, നാം നിശ്ചയിച്ച മീഖാത്തിൽ മൂസ അലൈഹിസ്സലാം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വകല്ലമഹു റബ്ബുഹു, തന്നോട് തൻ്റെ റബ്ബ് സംസാരിച്ചു. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചു. സൂറത്തു നിസായില് ഉണ്ടല്ലോ, കല്ലമല്ലാഹു വകല്ലമല്ലാഹു മൂസ തക്ലീമ. മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല സംസാരിച്ചതായിട്ട് സൂറത്തു അൻ-നിസായില് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും സംസാരിച്ചത്? സ്വാഭാവികമായിട്ട് നമുക്കതിൽ വല്ലാത്ത കൗതുകമുണ്ടാവും അറിയാൻ. ഒന്നുകിൽ വഹയിലൂടെ ആയിരിക്കും സംസാരിച്ചത്, അല്ലെങ്കിലോ മറയ്ക്ക് പിന്നിൽ നിന്നായിരിക്കാം സംസാരിച്ചത്, അശരീരി രൂപത്തിലായിരിക്കാം സംസാരിച്ചത്, അല്ലേ? കാരണം ഈ ലോകത്ത് വെച്ച് അള്ളാഹു തആല ആരുടെയെങ്കിലും മുമ്പിൽ അള്ളാഹു ആയിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് ശൂറയിൽ പറയുന്ന പോലെ, സൂറത്ത് ശൂറ 51-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു തആല സംസാരിക്കുക. പ്രവാചകന്മാരുമായിട്ട് ആശയവിനിമയം നടത്തുന്നത് ഒന്നുകിൽ വഹയിലൂടെയാണ്, വെളിപാടിലൂടെ, മലക്കുകളിലൂടെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ മറയ്ക്ക് പിന്നിൽ അശരീരി രൂപത്തിൽ, അതല്ലെങ്കിൽ സ്വപ്നത്തിന്റെ രൂപത്തിൽ ഒക്കെ ആയിരിക്കും അത് സംഭവിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ശബ്ദം മൂസ അലൈഹിസ്സലാമുമായിട്ട് സംവദിച്ചു. അപ്പൊ മൂസ അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായി. എന്തായിരുന്നു ആഗ്രഹം? പടച്ചോനെ ഒന്ന് കണ്ടോട്ടെ എന്ന്. അങ്ങനല്ലേ, ഒരാൾ കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കാണാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാവും, പ്രത്യേകിച്ചും ആ നിലയ്ക്ക് ഇഷ്ടമുള്ള ആളാകുമ്പോൾ. ഇവിടെ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് മൂസ അലൈഹിസ്സലാമുമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മൂസ അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചാണ്, അരിനി, ഒന്ന് കാണിച്ചു തരുമോ എനിക്ക്, അന്നുർ ഇലൈക്ക്, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ദേഷ്യപ്പെട്ടു. ഒരു പ്രവാചകനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള അവിവേകമാണ് ചോദിക്കുന്നത്? ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ? ഇങ്ങനൊന്നും പറഞ്ഞില്ല. സാധ്യമല്ല എന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ അനുഭവിപ്പിക്കുകയാണ് പിന്നെ ചെയ്തത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റാത്തത്? അവൻ സ്ഥല കാലങ്ങൾക്ക് അപ്പുറമുള്ളവനാണ്, അല്ലെ? നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് എന്ന രൂപത്തിൽ ഒതുക്കി നിർത്താൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് അള്ളാഹു. അള്ളാഹു രൂപമില്ലാത്തവനാണ്. അള്ളാഹു നമ്മെപ്പോലെ ശരീരഘടനയോ മാംസമോ പദാർത്ഥപരമായ അസ്തിത്വമോ ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്താം, അല്ലേ? സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്നാണ് പറഞ്ഞത്. അതൊരു സവിശേഷ ശൈലിയാണ്, അല്ലേ? ഇപ്പൊ നമുക്ക് ഈ കാണുന്ന വെളിച്ചത്തില് ഒരു പ്രത്യേക പീസ് മുറിച്ചെടുത്ത് കൊണ്ടുവരാൻ കഴിയും? സാധ്യമല്ല. എന്ന് പറയുന്നത് പോലെ അനേകം പ്രകാശ പടലങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രകാശമാണ് അള്ളാഹു. അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസല നൂരിഹി കമിഷ്കാത്ത് ഫീഹാ മിസ്ബാഹ്. ഖുർആൻ പറയുന്നില്ലേ, അത് ഒരു വിളക്കുമാടം പോലെയാണ് അവന്റെ ഉപമ. അതിനകത്ത് ഒരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്കാവട്ടെ ഒരു പളുങ്കിൻ കൂട്ടിനകത്താ ഉള്ളത്. ആദ്യം ഒരു വിളക്ക് മാടം പറഞ്ഞു, അതിനകത്തൊരു വിളക്ക്, പിന്നെ അതിനെ ചുറ്റിപ്പൊതിഞ്ഞിട്ട് വേറെ ഒരു പളുങ്ക് കൂട്. അസ്സുജാജതു കഅന്നഹ ദുർരി കൗകബുൻ ദുർരി, ആ പളുങ്കുണ്ടല്ലോ അതിങ്ങനെ
നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പലതരം പ്രകാശത്തിന്റെ ആവരണങ്ങളാൽ വലയിതമായ അവസ്ഥയിലാണ് അവൻ എന്നാ പറയുന്നത്. സൂര്യനിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടോ? ഒരു കാറ് അതിന്റെ ഹെഡ്ലൈറ്റ് ഇട്ട് വരുമ്പോ നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മി പോവില്ലേ നോക്കാൻ പറ്റാതെ? അങ്ങനെയാണ് അള്ളാഹുവിന്റെ കേവലം ഒരു സൃഷ്ടിയായ സൂര്യനെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല നട്ടുച്ച നേരത്ത്. പിന്നെ അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മുടെ ഈ മാംസം കൊണ്ടുള്ള ഈ നഗ്ന നേത്രം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാം, അല്ലെ? അപ്പൊ ഒരു വലയത്തിനകത്ത് മറ്റൊരു വലയം, അതിന്റെ വെളിച്ചം ഉജ്ജ്വലം എന്നൊക്കെയാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ സകല ശക്തി ചൈതന്യങ്ങളുടെയും ഉറവിടമാണ് അള്ളാഹു എന്നർത്ഥം. സൃഷ്ടികൾക്ക് അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല, താങ്ങാനാവില്ല, അതിനുള്ള കരുത്ത് നമുക്കില്ല എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹു താല മൂസ അലൈഹി ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തുന്നത്. അതിനെന്താ ചെയ്തത്? ആദ്യം ഒരു മല കാണിച്ചു കൊടുത്തു, അല്ലെ? എന്നിട്ടോ വലാകിനുൻദുർ ഇലൽ ജബൽ, ആ മലയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം നോക്കിയപ്പോ മല കണ്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ മല കുറച്ച് കഴിയുമ്പോൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഇങ്ങനെ നോക്കായിരിക്കും, അല്ലെ? നമ്മള് ചരിത്രഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇടത്ത് എത്തിച്ചേരുന്നുണ്ട്, ഈജിപ്തില്. അപ്പൊ അവിടെ ബേണിംഗ് ട്രീ എന്ന് പറഞ്ഞിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന മരം എന്ന നിലയ്ക്കൊരു സങ്കല്പമുണ്ട് അവിടെ. അങ്ങനെ ഒരു വൃക്ഷമുണ്ട്. അവിടെ ഒരു മലയുണ്ട്. ആ മല മുഴുവനും കത്തിക്കരിഞ്ഞതുപോലെ കറുത്ത കല്ലുകളാണ്. ശരിക്കും തീപിടിച്ച മാതിരി ഒരു വലിയ മല നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് പരിസരത്തുള്ള മറ്റു മലകളെക്കാൾ താഴ്ന്നാണ് കിടക്കുന്നത്. അവിടെയാണ് മൂസ അലൈഹി ഇസ്ലാം ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പില് ഈ മല പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ടോ ഫലമ്മ തജല്ല റബ്ബുഹു, മൂസ അലൈഹി ഇസ്ലാമിന്റെ റബ്ബ് മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പില് ആ മലയ്ക്ക് മുകളില് ഉജ്ജ്വലിച്ചു എന്നാണ് തഫ്സീറിൽ ഒരു അർത്ഥം. അവന്റെ ഒളി അല്ലെങ്കിൽ ആ പ്രകാശം പ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കാം. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, ആ പർവ്വതത്തിൽ പ്രത്യക്ഷമായി. ജഅലഹു ദക്കൻ, ആ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് ഉടഞ്ഞ് തരിപ്പണമായി പോയി. വഖറ മൂസ സൈഖ, മൂസ അലൈഹി ഇസ്ലാം ബോധരഹിതനായിട്ട് മറിഞ്ഞു വീണു. ഇതാണ് ഉണ്ടായത്. കാരണം ഈ ലോകത്ത് വെച്ച് ഒരാൾക്കും അള്ളാഹുവെ അള്ളാഹുവായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. മൂസ അലൈഹി ഇസ്ലാം പിന്നീട് ബോധം കിട്ടി മൂസ അലൈഹി ഇസ്ലാമിന്, അല്ലെ? അപ്പോ മൂസ അലൈഹി ഇസ്ലാം തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ഒളി പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു ചെറുവിരലോളം ദൈവ തേജസ് ആ മലയില് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അത്രയും കുറച്ച് മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു മുഴുവൻ ശരീരത്തിൽ ഒരു ചെറുവിരൽ എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. അത്രയുമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അപ്പോഴേക്കും മല ഇടിഞ്ഞ് തകർന്നു. മൂസ അലൈഹി ഇസ്ലാം ബോധരഹിതനായിട്ട് വീണുപോയി എന്നുള്ളതാണ്. ഇതിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താണ്? അമീൻ അഹ്സൻ ഇസ്ലാഹി എന്ന മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് മറ്റൊരു വിഷയവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിയർ പണ്ട് മൂസ അലൈഹി ഇസ്ലാമോട് ചോദിച്ചൊരു ചോദ്യമല്ലേ? എന്താണ്? ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, പടച്ചോനെ ലൈവായിട്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നേരിട്ട് കാണുന്നത് വരെ ഞങ്ങൾ ഒരിക്കലും നിന്നിൽ വിശ്വസിക്കില്ല മൂസ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അല്ലാഹു തആല എന്താ ചെയ്തത്? അവരെ ഒന്നായിട്ട് മരിപ്പിച്ചു കളഞ്ഞു, അല്ലെ? അവരെ മരിപ്പിച്ചു കളയാ ചെയ്തത്. എന്നിട്ട് പിന്നെയും അവരെ എഴുന്നേൽപ്പിച്ചെന്ന് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് കാണും. അപ്പൊ അതിനുള്ളൊരു മറുപടി കൂടി ഇതിലുണ്ട്. ഈ ലോകത്ത് വെച്ച് അള്ളാഹുവെ നേരിട്ട് കാണാൻ ആർക്കും സാധ്യമല്ല എന്നാണ് അതിൻ്റെ ആശയം എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. എന്താണ്? ഇവര് ഇസ്രായേലിയര്
ചെങ്കടൽ കടന്ന് തീരത്തൂടെ സഞ്ചരിക്കുമ്പോൾ മുക്കുവക്കുടിലുകളിൽ ആളുകൾ ഇങ്ങനെ പല ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നത് കണ്ടില്ലേ? അപ്പോ അവരുടെ മനസ്സിലുണ്ടായി ഇതുപോലൊരു ദൈവത്തെ നമുക്കും കിട്ടിയെങ്കിലെന്ന്, അല്ലെ? അപ്പൊ അള്ളാഹു താല ഈ സംഭവത്തിലൂടെ അവരെയും ബോധ്യപ്പെടുത്താണ്, ഈ പടച്ചോനുണ്ടല്ലോ അള്ളാഹു, അവനെ അങ്ങനെ നേരിട്ട് കൺമുമ്പിൽ ദർശിക്കാൻ പോലും ആർക്കും കഴിയില്ല ഈ ലോകത്ത് വെച്ച്. പിന്നെ എങ്ങനെയാണ് അവനെ വിഗ്രഹമാക്കിയിട്ട് ആരാധിക്കാൻ പറ്റുക? അല്ലെ? അതൊരിക്കലും സാധ്യമല്ലല്ലോ. അതിനാൽ ആ ഒരു കാര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു, ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ അള്ളാഹുവിനെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക, കാണാൻ കഴിയുക? എങ്ങനെയാണ്? ഈ ലോകത്ത് വെച്ച് എങ്ങനെ കഴിയും? മനസ്സുകൊണ്ടേ കഴിയുള്ളൂ. മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹു കൊണ്ടുവരും. അതെങ്ങനെ കഴിയുക? വെറുതെ ഒന്നിനെ, ഇതുവരെ കാണാത്ത ഒന്നിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് മാർഗമാണ് ഈ ദുനിയാവിൽ കാണുന്ന ഒരുപാട് സൃഷ്ടിജാലങ്ങൾ. നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ രൂപമാണ് കാണുന്നതെങ്കിലും ഇതിന്റെ പിന്നില് ഒരു ശക്തിയുണ്ട്. അതാണ് അള്ളാഹു. അത്രയും മനസ്സിലാക്കാനുള്ളൂ, അല്ലേ? മല കാണുമ്പോൾ, കടല് കാണുമ്പോൾ, കര കാണുമ്പോൾ, ആകാശം കാണുമ്പോൾ, മഴ കാണുമ്പോൾ, ആരാണ് ഇതിന്റെ പിന്നില്? നട്ടുച്ചയിലെ കത്തി നിൽക്കുന്ന സൂര്യനെ കാണുമ്പോൾ, അതിങ്ങനെ നീങ്ങി നീങ്ങി അസ്തമയത്തിലേക്ക് പോകുമ്പോൾ, വീണ്ടും രാത്രി വരുമ്പോൾ, പിന്നെയും പാതിരാവിന് ശേഷം പകല് സൂര്യൻ ഉദിക്കുമ്പോൾ, 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ, അല്ലേ? ആരാണ് ഇതിന്റെ പിന്നില്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരമാണ് അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതാണ് സൂഫികൾ പറയാറുണ്ട്, മനസ്സുകൊണ്ട് എങ്ങനെ ഉൾക്കൊള്ളും? ആ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ജ്ഞാനത്തിന്റെ, മാരിഫത്തിന്റെ, അറിവിന്റെ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും അനുഭവിക്കാൻ പറ്റുക. നമ്മൾ അതിനായി ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം പടച്ചോനെ കാണുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അള്ളാഹു കാണുകയാണ്, അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്. ഖുൽ, നീ പറയൂ. ഈ ശൈലിയിൽ അള്ളാഹുവെ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങുക എന്നതാണ്. എന്നാൽ പരലോകത്ത് എത്തുമ്പോഴോ തീർച്ചയായിട്ടും കാണാൻ പറ്റും, അല്ലെ? വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. സൂറത്തുൽ ഖിയാമയിലെ അന്ന് ചില മുഖങ്ങൾ നാദിറ, പ്രസന്നമായിരിക്കും, സന്തോഷത്താൽ ഇങ്ങനെ തിളക്കമുള്ളതായിട്ട് മാറും. ഇലാ റബ്ബിഹാ നാദിറ, അവർ അവരുടെ റബ്ബിലേക്ക് ഉറ്റുനോക്കുന്നവരായിരിക്കും. അത് വല്ലാത്തൊരു കാഴ്ചയാണ്, അല്ലേ? അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. അതിനാൽ ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല. അപ്പൊ മൂസ അലൈഹിസ്സലാം ബോധം തെളിഞ്ഞപ്പോ എന്തായി? ഓ, അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ള നിലക്കാണ് ബോധം തെളിഞ്ഞ് മൂസ അലൈഹിസ്സലാം പരിസരത്തേക്ക് നോക്കുന്നത്. തന്റെ മുമ്പിൽ കണ്ടിരുന്ന ആ മല തകർന്നു പോയിരിക്കുന്നു, അത് കരിഞ്ഞു പോയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കണ്ടു. ഖാല സുബ്ഹാനക, പടച്ചോനെ നീ തന്നെ പരിശുദ്ധൻ, ഞാൻ അബദ്ധം പറ്റിപ്പോകുന്നവനാണ് റബ്ബേ എന്ന് പറയാണ്, അല്ലെ? പക്ഷെ ഇത് ഒരു കുറ്റമായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണണ്ടുള്ളൂ, അല്ലെ? നമ്മളാണെങ്കിലും ചോദിച്ചു പോകൂലേ, പടച്ചോനെ എന്ന് പറയില്ലേ പല സന്ദർഭങ്ങളിലും? ഇബ്രാഹിം അലൈഹിസ്ലാം ഇതുപോലെ ചോദിച്ചില്ലേ? എന്തായിരുന്നു? കൈഫ തുഹയിൽ മൗത്ത, പടച്ചോനെ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാന്ന് ചോദിച്ചു. അള്ളാഹു അങ്ങനെയൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ല. അവലം തുഅ്മിൻ, അല്ല ഇബ്രാഹിം നീ ഇനിയും വിശ്വസിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞല്ലോ, പടച്ചോനെ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് നിന്നില്, പക്ഷെ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് റബ്ബേ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല അതിന്റെ വഴി കാണിച്ചു കൊടുത്തില്ലേ? പക്ഷികളെ തുണ്ടം തുണ്ടമാക്കി പല മലമുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കൈകൊട്ടി വിളിക്കാൻ പറഞ്ഞു. സുമ്മദ്ഉഹുന്ന യഅതീനക സഅയ, അവ പറന്ന് നിന്റെ അടുക്കലേക്ക് വരും എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അള്ളാഹു താല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന പോലെ പ്രവാചകന്മാര് അവരുടെ യഖീൻ, പൂർണ്ണമായ ദൃഢതയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള അന്വേഷണത്തിലായിരിക്കും.
അത് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളൊരു വഴി കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നമ്മളും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാമിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ അബദ്ധം പറ്റിപ്പോകുന്നവനാണല്ലോ റബ്ബേ. തുബ്തു ഇലൈക്, ഞാൻ നിന്നിലേക്ക് ഇതാ പശ്ചാത്താപ വിവശനായിട്ട് തിരിച്ചു വരികയാണ്. ഞാൻ അവിവേകം ചെയ്തു പോയെങ്കിൽ, നിന്നിൽ നിന്ന് അകന്നു പോയെങ്കിൽ ഞാനിതാ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെയാണല്ലോ അബദ്ധം സംഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതാണ്, അല്ലേ? അതിനാൽ ഇങ്ങനെ മൂസ അലൈഹി സ്വലാം അള്ളാഹുവോട് അപേക്ഷിക്കുകയാണ്, വ അന അവ്വലുൽ മുഅ്മിനീൻ. എന്നിട്ട് ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവൻ എന്നല്ല, വിശ്വാസികളിൽ ഒന്നാമനാണ്. ഞാൻ ഫസ്റ്റ് സഫില് ഒന്നാമതായിട്ട് തന്നെ നിൽക്കുന്ന ആളാണ് എന്ന് പറയാൻ ഞാൻ ഒട്ടും പിറകോട്ട് പോയിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ മൂസ അലൈഹിസ്സലാം ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലും ഇങ്ങനെ പല ചിന്തകൾ വരൂലേ, പഠിച്ചവനെ കുറിച്ച്. എന്താണ് പഠിച്ചവൻ ഇടപെടാത്തത്, എന്താണ് അള്ളാഹു തആല നോക്കി നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ, അല്ലെ, ഗസയെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോഴൊക്കെ മനസ്സിൽ അവസാനം കൊണ്ടുവരേണ്ട ചിന്തയാണ് സുബ്ഹാനക തുബ്തു ഇലൈക് എന്നുള്ളത്. വ അന അവ്വലുൽ മുഅ്മിനീൻ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പഠിച്ചവനെ ഓർത്തിട്ട് അബദ്ധം ചിന്തകൾ കാടുകയറി പോകുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഈ ഒരു പ്രാർത്ഥനയാണ് ശരിക്കും ഏറ്റവും ഫലപ്രദം. സുബ്ഹാനക് തുബ്തു ഇലൈക് വ അന അവ്വലുൽ മുഅ്മിനീൻ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്തില് 144 ആയത്തില് അള്ളാഹു തആല മൂസ അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിക്കാൻ. കാരണം മൂസ അലൈഹി ഇസ്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് അള്ളാഹു തആല അനുവാദം കൊടുത്തില്ലല്ലോ. വേറൊന്നും അല്ലല്ലോ ചോദിച്ചത്, സ്നേഹം കൊണ്ടല്ലേ, ഇഷ്ടം കൊണ്ടല്ലേ, ഒന്ന് കണ്ടോട്ടെ എന്നല്ലേ ചോദിച്ചത്. എന്നിട്ടും അള്ളാഹു അവസരം കൊടുത്തില്ല, അല്ലെ? ഈ ലോകത്ത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തിയാണ്. അതേ സമയത്ത് മൂസ, നാം താങ്കൾക്ക് ഈ ലോകത്ത് തന്നെ എന്തൊക്കെ പദവികളാണ്, അനുഗ്രഹങ്ങളാ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ് 144 ആയത്ത്. قال يا موسى إني اصطفيتك على الناس برسالاتي قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. قال അള്ളാഹു തആല പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ഇന്നി, നിശ്ചയം ഞാൻ, ഇസ്തഫൈതു, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, ക, നിന്നെ, അലന്നാസ്, ജനങ്ങൾക്കുമേൽ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെ തെരഞ്ഞെടുത്തു? വിശിഷ്ടനായിക്കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ബിരിസാലാത്തി, എന്തിനാണ്? എൻ്റെ ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ്, ഈ സന്ദേശം ഉൾക്കൊണ്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. വബി കലാമി, എൻ്റെ ഭാഷണം കൊണ്ടും, എൻ്റെ ഭാഷണം, എൻ്റെ വാക്കുകൾ കൊണ്ടും. ഫഖുദ്, അതിനാൽ നീ കൈക്കൊള്ളുക, സ്വീകരിക്കുക, മാ ആതൈതുക, ഞാൻ നിനക്ക് നൽകുന്നത്, അഥവാ നൽകുന്ന പ്രമാണങ്ങൾ, തെളിവുകൾ നീ സ്വീകരിക്കുക. വക്വൻ, നീ ആവുക, മിന ഷാക്കിരീൻ, നന്ദി ബോധമുള്ളവരിൽ ഉൾപ്പെടുകയും ചെയ്യുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹിസ്സലാമിന് നിർദ്ദേശം കൊടുത്തു. ഖാല, യാ മൂസ, അല്ലാഹു വിളിക്കാണ്, ഓ മൂസ, ഇന്നി ഇസ്തഫൈതുക, നിശ്ചയം നിന്നെ ഞാൻ വിശിഷ്ടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു.
വായിക്കുമ്പോൾ ഇന്നിസ്തഫൈതുക എന്ന് ചേർത്താണ് വായിക്കേണ്ടത്. ഇസ്തഫ, മുസ്തഫ എന്ന വാക്കൊക്കെ നമുക്ക് പരിചയമുണ്ട്. അതിനകത്ത് സഫാ എന്ന വാക്കാ ഉള്ളത്. സ്വാ, ഫാ, അലിഫ്, ഹംസ്. സഫാ, നല്ലത്, ശുദ്ധമായത് എന്നൊക്കെയാണ്. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നതിനാണ് ഇസ്തഫ എന്ന് പറയാം. നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാൽ പലതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കും, അല്ലേ? എന്ത് സാധനവും എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ബോധ്യപ്പെട്ടത്, ഏറ്റവും നല്ലത് നോക്കിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സെലക്ഷനാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. അതാണ് ഇസ്തഫൈതുക അലന്നാസ്, ജനങ്ങൾക്കുമേൽ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും പരിശുദ്ധനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു, ജനങ്ങൾക്കുമേൽ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. എങ്ങനെ? ബിരിസാലാത്തി വബി കലാമി, എൻ്റെ ഭാഷണം കൊണ്ടും എൻ്റെ സന്ദേശം കൊണ്ടും എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ സന്ദേശം ലോകത്തിന് മുമ്പിൽ പ്രസരിപ്പിക്കുക, ഇസ്രായേല്യർക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുക. എൻ്റെ വചനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ, ഇസ്രായേല്യർക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. ഫഖുദ് മാ ആതൈതുക, ഞാൻ നിനക്ക് നൽകിയത് സ്വീകരിക്കൂ. തെളിവുകൾ നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. 2 തെളിവുകൾ ഏതൊക്കെയായിരുന്നു? മൊഴിജിസത്തായിട്ട് വടി നിലത്തിടുമ്പോൾ പാമ്പാകുന്നത്, കൈ കക്ഷത്ത് വെച്ചെടുക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്നത്, അല്ലെ? പിന്നെ എന്താണ്? തൗറാത്തുണ്ട്. തൗറ എന്ന വേദഗ്രന്ഥം, അതിലെ ചില വചനങ്ങൾ ഒരു ഫലകത്തിലായിട്ട് അല്ലാഹു തആല നൽകാൻ പോവാണ്. അതിലേക്കുള്ള സൂചന കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ വക്താവാകണം. വബി കലാമി എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന്റെ സ്പോക്സ്മാൻ, വക്താവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ നീ പ്രത്യക്ഷപ്പെടണം എന്ന് അല്ലാഹു തആല മൂസ അലൈഹി ഇസ്ലാമിനെ അറിയിക്കുകയാണ്. വക്കും മിന ഷാക്കിരീൻ, നീ നന്ദിയുള്ളവരിൽ ഉൾപ്പെടണം. ആരോടാ പറയുന്നത്? ഒരു പ്രവാചകനോടാണ് പറയുന്നത്, അല്ലെ? പ്രവാചകന്മാരോട് ഇങ്ങനെയൊക്കെ പറയണം. അള്ളാഹു അങ്ങനെയാണ്, എല്ലാവരോടും എല്ലാം ഉണർത്തുന്നു, ഓരോ ആൾക്കും അർഹമായ പദവിയും ആദരവും നൽകുന്നു, അതേസമയത്ത് മാർഗനിർദ്ദേശങ്ങൾ കണിശമായിട്ട് തന്നെ നൽകുന്നു എന്ന് മനസ്സിലാക്കണം. ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. ഫഖുദ് മാ ആതൈനാകും ബിഖുവ്വ, ഇസ്രായേല്യരോട് പറയുന്നുണ്ട്, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കരുത്തോടുകൂടി ഏറ്റെടുക്കും. ഇതേപോലെ മൂസാ അലൈഹി ഇസ്ലാമിനോട് തൗറ എന്ന വേദഗ്രന്ഥം കരുത്തോടുകൂടി ഏറ്റെടുക്കുവാൻ വേണ്ടി പറയാണ്. വക്കും മിനശ് ശാകിരീൻ, ശുക്ർ ചെയ്യുന്നവരിൽ ഉൾപ്പെടണം എന്നും ആവശ്യപ്പെടാൻ. ഇവിടെ അള്ളാഹുവെ കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമ്പോൾ ആകെ അങ്ങ് ഡെസ്പായി പോകും മനുഷ്യൻ, അല്ലെ? ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ബാക്കി 99 കാര്യവും ഓക്കെയാണ്. പക്ഷെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ബാക്കിയെല്ലാം നമ്മൾ മറന്നു പോകാൻ ഇടയുണ്ട്. ഇവിടെ മൂസ അലൈഹിസ്സലാം ഇപ്പോ വലിയൊരു ആഗ്രഹം അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നയിച്ചു, അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുത്തില്ല. ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാം. ഉദാഹരണത്തിന് ആൺമക്കൾ മരണപ്പെട്ടു പോയപ്പോ ആണല്ലോ ഇന്ന അഅതൈനാക്കൽ കൗസർ എന്ന സൂറ ഇറങ്ങുന്നത്, അല്ലെ? മക്കൾ മരണപ്പെട്ടു പോകുന്നു. ആ സമയത്ത് പ്രതിയോഗികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നു, ഇയാളുടെ വേരറ്റുപോയി എന്നൊക്കെ പറയുന്നു. അപ്പൊ അള്ളാഹു എന്താ മറുപടി പറഞ്ഞത്? നാം നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, അളവറ്റ അനുഗ്രഹങ്ങൾ, അതിൽ ഒന്നല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അല്ലേ? അതിനാൽ എന്ത് ചെയ്യണം? ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ നാഥന് നമസ്കരിക്കുകയും അവന് മുമ്പിൽ സ്വയം ബലിയർപ്പിക്കുകയും അഥവാ സമർപ്പിക്കുകയും ചെയ്യുക, ബലി നൽകുക എന്ന് അല്ലാഹു തആല ഉണർത്തുന്നത് കാണും. ഇതേ ശൈലിയിൽ അല്ലാഹു തആല മൂസ അലൈഹി ഇസ്ലാമിനും ഒരു സാന്ത്വനം നൽകുകയും ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും
അതേപോലെ തന്നെ മനസ്സിന് കരുത്ത് പകരുകയും ചെയ്യുന്ന സൂക്തമാണ് 144. ശരിക്കും ഈ ആയത്തുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചിരിക്കണം. മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മീഖാത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമായിട്ട് സംസാരിക്കുന്നത്, അതിനുശേഷം മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവോട് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നത്, കാണാൻ പറ്റില്ല മൂസ എന്ന് പറയുന്നത്, ആ പർവ്വതത്തിലേക്ക് നോക്കാൻ പറയുന്നത്, നോക്കി നിൽക്കുമ്പോൾ പർവ്വതം തകർന്നു പോകുന്നത്, ഒരു ഒളി, ഒരു പ്രഭ പ്രത്യക്ഷമാകുന്നത്, മൂസ അലൈഹി ഇസ്ലാം മറിഞ്ഞു വീഴുന്നത്, അല്ലേ? എഴുന്നേറ്റ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവോട് തൗബ ചെയ്ത് കൂടുതൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്, അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിക്കുന്നത്. ശരിക്കും നമ്മളാണെങ്കിലോ സ്വന്തത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. അള്ളാഹുമായിട്ട് ഇങ്ങനെ അടുക്കണം. ഈ ആയത്തുകളിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ രണ്ടായത്തിലും ഞാനും നീയും, ഇങ്ങനെയാണ് ഈ ആയത്തിലെ പ്രയോഗങ്ങൾ, അല്ലെ? അങ്ങനെയുള്ള പരാമർശങ്ങൾ കാണുന്നില്ലേ? അരിനി അന്നുർ ഇലൈക്ക്, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ, മൂസാ നബി അങ്ങോട്ട്. അപ്പൊ അള്ളാഹു എന്താ പറയുന്നത്? ലൻ തറ നീ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. അപ്പൊ ഞാനും നീയും എന്ന നിലക്ക് വളരെ അടുത്താണ്, അല്ലെ? ആ ഒരു അവസ്ഥയില സംസാരം. പിന്നെയും പറയുന്നുണ്ടോ, ഇന്നിസ്തഫൈതുക്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്, അല്ലെ? ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഫഹുദ് മാ ആതൈതുക്, ഞാൻ നിനക്ക് തന്നത് നീ മുറുകെ പിടിക്കൂ. വക്കും മിനശാക്കിരീൻ, നീ നന്ദിയുള്ളവരിൽ ഉൾപ്പെടും. എന്ത് രസല്ലേ, ഞാനും നീയും എന്ന രൂപത്തില് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കൂടെ ഇരിക്കുക, കൂടെ വർത്തമാനം പറയാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഞാനും നീയും എന്ന രൂപത്തില് അള്ളാഹുവോടൊപ്പം കഴിച്ചു കൂട്ടണം. അത് വലിയ കരുത്താണ്, വലിയ ആത്മധൈര്യമാണ്. അള്ളാഹുവെ, അങ്ങനെ നീയുമായി അടുക്കുവാൻ, ചെങ്ങാത്തം കൂടുവാൻ, നിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അവയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്യണേ നാഥ. സുബ്ഹാനക് തുബ്തു ഇലൈക് വ അന അവ്വലുൽ മുഅ്മിനീൻ. പടച്ചവനെ, നീ തന്നെയാണ് പരിശുദ്ധൻ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾ ഒന്നാമത്തെ മുഅ്മിനീങ്ങളാണ്. ആ നിലയ്ക്ക് ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും എളുപ്പമാക്കി സന്തോഷമാക്കി മാറ്റിത്തരണേ നാഥ. രോഗികളാണ് പലരും, ശിഫ നൽകണേ റബ്ബെ. സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ഉള്ളവരാണ് പലരും. അല്ലാഹുവേ, ഹലാലായ ഉപജീവന മാർഗങ്ങൾ, ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള വഴികൾ നീ കാണിച്ചു തരണേ നാഥ. പടച്ചവനെ, ബന്ധങ്ങളെ നന്നാക്കി തരണേ റബ്ബെ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാര്, സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിൽ തന്നെയാണ് ഗസ്സ നിലകൊള്ളുന്നത്, അല്ലേ? എന്താണ് അവിടെ ഇന്ന് അത്ഭുതങ്ങൾ പ്രകടമാകാത്തത് എന്നുള്ള സങ്കടത്തിലാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അത്ഭുതങ്ങൾ ഏറ്റുവാങ്ങാൻ ഇന്നത്തെ മുസ്ലിം ഉമ്മ യോഗ്യരാണോ എന്നത് ഒരു മറു ചോദ്യമാണ്. അള്ളാഹുവെ, ഗസ്സയെ അനുഗ്രഹിക്കണേ റബ്ബെ. അവരോട് കരുണ കാട്ടണേ നാഥ. അവർക്കെതിരിൽ തന്ത്രം മെനയുന്ന സകല കുതന്ത്രശാലികളെയും പരാജയപ്പെടുത്തണേ നാഥ. അറബ് ലോകം അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രയേലും സാമ്രാജ്യത്വ ശക്തികളും. റബ്ബെ, അതിനെതിരില് ധീരമായി പൊരുതുവാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഈ ഉമ്മത്തിനോട് നീ കരുണ കാട്ടണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഈ